ഹലോ ഓൾ. അപ്പോൾ എനിക്ക് മോളായപ്പോൾ തൊട്ട് എൻ്റെ ഒരു രീതിയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കി പരിപാടി തീർക്കുക എന്നുള്ളത്. കാരണം പകൽ എനിക്ക് പിന്നെ കുക്കിങ്ങിന് വേണ്ടി സമയം ഒട്ടും കിട്ടില്ല കേട്ടോ. അപ്പം ഇപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡെയിലി വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ കിച്ചണിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം രാവിലെ തന്നെ പരിപാടികളെല്ലാം പടപടേന്ന് ചെയ്ത് തീർക്കും കേട്ടോ. അപ്പം കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ് ടെറസിൽ ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ നിന്ന് മുറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഇളത്ത പരുവത്തിലുള്ള കുറച്ച് ചീര ഇലയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൂടെ ചീരയുടെ തണ്ടൂടെ ഞാൻ അധികം മുറ്റാത്ത ഭാഗങ്ങൾ തോരനാക്കും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ചീര കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കാറില്ല. കാരണം ഈ എണ്ണയെല്ലാം കൂടെയാണല്ലോ, നമ്മൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പം വീട്ടിലെ എണ്ണയും പുറത്തെ എണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ശരീരം ചിലപ്പം താങ്ങില്ല. അതുകൊണ്ട് തന്നെ എണ്ണ കുറവുള്ള ഐറ്റംസാണ് കേട്ടോ ഇപ്പോൾ കൂടുതലുണ്ടാക്കുക. മെഴുക്കുവരട്ടിയൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാലും ധാരാളം വഴുതനങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഈ വഴുതനങ്ങ തോരനേക്കാളും ഇഷ്ടം മെഴുക്കുവരട്ടി തന്നെയാണ് കേട്ടോ. അധികം എണ്ണയൊക്കെ ഇടാതെ മെഴുക്കുവരട്ടി ആക്കാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വഴുതനങ്ങ മെഴുക്കുവരട്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദോശയ്ക്കൊക്കെ ആണെങ്കിലും എനിക്കിതുപോലെ നല്ല നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയായിരുന്നു കേട്ടോ. കാടമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, കോഴിമുട്ടയും താറാമുട്ടയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗ്രേവിയൊക്കെ ഇതുപോലത്തെ ഒരു കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. ദോശയ്ക്കൊക്കെ എനിക്ക് തേങ്ങാ ചട്നി കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ എന്തെങ്കിലും റെഡ് കളറുള്ള ഗ്രേവി ഒക്കെ കൂട്ടി കഴിക്കാനാണ് ചെറുപ്പം തൊട്ടേ ഇഷ്ടം. അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ചിക്കൻ കറിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ചിക്കൻ പീസുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ലെഗ് പീസാണ്. കാരണം ഈ ലെഗ് പീസ് എപ്പോഴും മാംസം കുറവാണെങ്കിലും ആ പീസസിലെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് എല്ലൊക്കെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ചിക്കൻ പീസസിൽ കഴിക്കാൻ കൂടുതലിഷ്ടം. എപ്പോഴും ചിക്കൻ പീസ് വളരെ സ്മോളായിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. ഇന്ന് ഇച്ചിരി ബിഗ് സൈസാണ് കേട്ടോ. ഒരു ചേഞ്ച് ചാറ് വേണം നിർബന്ധമുള്ള ചിക്കൻ കറിയിൽ വെള്ളം. അപ്പം ചിക്കനിൽ ചാറില്ലെങ്കിൽ വേറെ എന്തെങ്കിലും രസമോ മോരോ ഒക്കെ ആക്കും കേട്ടോ നമ്മൾ. അപ്പോൾ എനിക്കിങ്ങനെ വെള്ളം ഒഴിക്കാതെ ഈ ചിക്കനിലെ വെള്ളം ഇറങ്ങി അതിൽ കിടന്ന് വെന്ത് റോസ്റ്റാകുന്ന ചിക്കൻ കഴിക്കാനാണ് കൂടുതലിഷ്ടം. അതിനാണ് കുറേ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചിക്കൻ കറി ഒരുമാതിരി നരച്ച് വയ്ക്കും. അപ്പം ഇപ്പോഴത്തെ മെയിൻ വൈകുന്നേര പരിപാടിയാണ് കേട്ടോ നമ്മളുടെ ഏത്തയ്ക്ക പുഴുങ്ങുന്നത്. ഏത്തയ്ക്കാപ്പം വീട്ടിലുണ്ടാക്കാറില്ല. കാരണം വീട്ടിലെ ഏത്തയ്ക്കാപ്പത്തിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു 7 പീസെങ്കിലും ഞാൻ കുറഞ്ഞത് കഴിക്കും. കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഏത്തയ്ക്കാപ്പം വീട്ടിലുണ്ടാക്കുക. ഏത്തയ്ക്കാപ്പം എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും പഴംപൊരി എന്നൊക്കെയാണല്ലേ പറയുക. അപ്പോൾ ഒരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിക്കാൻ എനിക്കധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുഴുങ്ങും. അതാകുമ്പോൾ ഒരു പീസിലൊക്കെ നിന്നോളും. മറ്റേതാകുമ്പോൾ കുറേ പീസസ് കഴിച്ചോളാം. എണ്ണയെല്ലാം കൂടെ ഉള്ളിലോട്ട് പോകും. പിന്നെ വല്ലപ്പോഴും നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ